ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, നമുക്ക് ലൈഫിൽ നിർബന്ധമായിട്ട് നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ പുതിയ കാലത്ത് കുറച്ച് അധികം സ്കില്ലുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതായത് പഴയ കാലത്തുള്ള സ്കില്ലുകൾ മാത്രം മതിയാവില്ല, കുറച്ചധികം മറ്റു സ്കില്ലുകളോട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ എന്ന് ഞാൻ പറയാൻ പോവാണ്. സോ വെൽക്കം ടു പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കുന്ന പോലെ തന്നെയാണ്. സോ ഞാൻ കട്ട് ചെയ്യുന്നില്ല, അത് അവിടെ തന്നെ നോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്കില്ല് നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്കില്ലാണ്. അതായത് നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് അറിയണം. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധാരണയുണ്ട്, നന്നായി സംസാരിക്കാൻ അറിയാമെന്നുള്ളതായിരിക്കും. ഈ സംസാരിക്കുക എന്നുള്ളതല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 80% അവരെ മറ്റുള്ള, അതായത് നമ്മൾ ആരോടാണോ കൺവേ ചെയ്തില്ല സംസാരിക്കുന്നത് അവരെ കേൾക്കുക എന്നുള്ളത് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. 20% നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ വല്ലാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആളായി മാറുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതായത് നമ്മുടെ ആരാണ് നമ്മൾ കേൾക്കുന്ന ആളുകൾ, അവരിലേക്ക് ഇത് കൃത്യമായിട്ട് പറയാൻ കഴിയണം. അപ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മൾ അവരുടെ ഒരു മൈൻഡ് സെറ്റും കൂടെ കേൾക്കണം, അവർ ഏത് രീതിയിലാണ് നിൽക്കുന്നത് മനസ്സിലാക്കണം. ഇതൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ നമ്മുടെ കാര്യം മാത്രം അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. സോ ഇങ്ങനെയുണ്ട്. അപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളതെന്നുള്ളത് അത് നമുക്കൊരു ഏത് സമയത്തും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്കില്ലും ഇല്ലാന്നുണ്ടെങ്കിലും നന്നായി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, നമുക്ക് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയും, അതായത് മറ്റുള്ളവരെ കേൾക്കാൻ കഴിയും, അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനുള്ള ഉത്തരം കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു എഡ്ജ് എല്ലാ സ്ഥലത്തും തരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു സ്കില്ലാണ്, പുതിയ കാലത്തെ സ്കില്ലാണ് ഡിജിറ്റൽ സ്കിൽ ഉണ്ടാകുന്നത്. അതായത് നമുക്ക് അത്യാവശ്യം ഗ്രാഫിക് ഡിസൈനിങ് അറിയേണ്ടി വരും, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റ് ചെയ്യാന്നുള്ളതും അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യാന്നുള്ളതൊക്കെ വളരെ വളരെ എല്ലാ കമ്പനികളും, അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ നമ്മൾ ഓരോ പേഴ്സണും വളരെ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ഡിജിറ്റൽ സ്കിൽ, അതായത് ഈ ഡിസൈൻ ചെയ്യാൻ അറിയണം, വീഡിയോ എഡിറ്റിംഗ് അറിയണം, വീഡിയോഗ്രാഫി അറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ നമുക്കറിയാം, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ ഡിജിറ്റലി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കതൊക്കെ അറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പിന്നെ എക്സൽ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ അറിയാം. അങ്ങനെ ഡിജിറ്റലി നമുക്ക് നിർബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഒരു ബേസിക്സ് ആയി മാറിയിട്ടുണ്ട്. പണ്ട് ഇതൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാത്രം മതി, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എക്സൽ അറിയാമെന്നുള്ളതും അതുപോലെ തന്നെ ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാൻ അറിയാമെന്നുള്ളതും അതൊക്കെ മിനിമൽ ഡിസൈനിങ് ആണ്, ഡിസൈൻ ചെയ്യാൻ അറിയാം. അതുപോലെ വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഇതൊക്കെ എല്ലാവർക്കും ആവശ്യം. കാരണം നമ്മൾ ഒരു റീൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയണം. അപ്പോൾ ഇന്ന് റീൽ ഇടാത്ത ആളുകൾ ഉണ്ടാവില്ല, എല്ലാവരും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു റീലെങ്കിലും ഇട്ടിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതൊരു പുതിയ കാലത്ത് ആവശ്യമായ സ്കില്ലാണ്. മറ്റൊരു കാര്യമാണ് പീപ്പിൾ മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ ആളുകളെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയാമെന്നുള്ളത് അത് ഭയങ്കര വലിയ സ്കില്ലാണ്. കാരണം നമുക്ക് വലിയൊരു പൈസക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് കുറേ പണിയെടുത്തുകൊണ്ട് ആവില്ല. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൂടുതൽ ആളുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ജോലി ചെയ്യും. പിന്നെ നമുക്കൊരു ഹയർ പൊസിഷനിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ കീഴിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും, ഇവരെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രോത്ത് വേണം, ഒരു ഹയർ പൊസിഷനിലേക്ക് പോകണം, നമ്മൾ കുറച്ചും കൂടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, കുറച്ച് ആളുകളെ മാനേജ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യലായ സ്കില്ലാണ്. അപ്പോൾ അതുകൂടെ പഠിക്കാൻ ശ്രമിക്കാനുള്ളതാണ്. അടുത്തൊരു കാര്യമാണ് പുതിയ കാലത്തുള്ളതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ളത്. അതായത് AI ടൂൾസിൻ്റെ ഇനി അങ്ങോട്ടേക്ക് അറിയാം, നമുക്കറിയാം ഇനിയുള്ള വരാൻ പോകുന്ന കാലം, കഴിഞ്ഞൊരു 25 വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി റെവല്യൂഷൻ്റെ കാലമാണ്. ഇനി അങ്ങോട്ടേക്കുള്ളത് AI റെവല്യൂഷൻ്റെ കാലമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ല ഗ്രോത്തും നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ പോലും AI കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ AI എങ്ങനെ കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചെയ്യാന്നുള്ളതും കൂടെ നമ്മൾ ഈ പുതിയ കാലത്ത് പഠിച്ചിരിക്കുകയാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സ്കില്ലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ട സ്കില്ല്. പിന്നെ മറ്റൊരു സ്കില്ലാണ്, അത് നമുക്ക് എല്ലാ കാലം ആവശ്യമായ സ്കില്ലാണ്, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇല്ലാത്തൊരു സ്കില്ലും കൂടിയാണ്, അധികം ആളുകൾക്ക് അറിയില്ല. അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സത്യം പറഞ്ഞാൽ എനിക്കും വലിയ രീതിയിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിയില്ല, അല്ലെങ്കിൽ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നത് അറിയില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. ഫൈനാൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, നമ്മുടെ പേഴ്സണൽ ഫൈനാൻസ് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പം ഒരു സ്റ്റേജ് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം പൈസ കയ്യിൽ വരും, നമുക്ക് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ആക്ച്വലി ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ, നല്ല ശമ്പളം മേടിക്കുക, അല്ലെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ പഠിക്കുക എന്നുള്ളത്, ഈ ഒരു സ്കില്ലൊക്കെ ഏൺ ചെയ്യുക എന്നുള്ളത് ലൈഫ് ലോങ്ങിലേക്ക് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഉണ്ടാവേണ്ടത്. ഇതൊന്നും ഒരു എക്സ്ട്രാ സ്കില്ലൊന്നുമല്ല, നിർബന്ധമായിട്ടും ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ട എസെൻഷ്യൽ സ്കില്ലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സീ യു.